എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിൻ്റെ ഒന്നാം അധ്യായമായ സമവാക്യ ജോഡികളുടെ ക്വസ്റ്റ്യൻ ബാങ്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ടാം ഭാഗമാണ്. ഒന്നാം അധ്യായത്തിൻ്റെ 22ാമത്തെ വീഡിയോ, ക്വസ്റ്റ്യൻ ബാങ്ക് പാർട്ട് 2. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ചോദ്യം. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ, നീളം വീതിയേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വീതി എക്സും നീളം വൈയുമായാൽ സമവാക്യങ്ങൾ എഴുതുക. വശങ്ങളുടെ നീളം കണക്കാക്കുക. ഇത് 2 സ്കോറാണ്. അപ്പോൾ ഇവിടെ വീതി എക്സ് തന്നിട്ടുണ്ട്, നീളം വൈ തന്നിട്ടുണ്ട്. അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും? ചതുരത്തിൻ്റെ ചുറ്റളവ് 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് എന്ന് നമുക്ക് അറിയാം. ഇനി ഒന്നാമത്തെ നിഗമനം പ്രകാരം എന്ത് കിട്ടും? 2 ഇൻറ്റു നീളം എത്രയാ? വൈ ആണ്, വീതി എക്സ് ആണ്. 2 ഇൻറ്റു വൈ പ്ലസ് എക്സ്, അത് എത്രയായിരിക്കും? 40 സെൻറ്റിമീറ്റർ. ഇതിൽ നിന്നും വൈ പ്ലസ് എക്സ് എന്തെഴുതാം? 40/2, അതായത് എക്സ് പ്ലസ് വൈ 20 എന്നെഴുതാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? നീളം എന്ന് പറയുമ്പോൾ വൈ, വീതിയേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതൽ. വീതി എക്സ് ആണ്, അതിനേക്കാൾ 8 കൂടുതൽ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വൈ എക്സ് സമം എക്സ് പ്ലസ് 8 എന്ന് സമവാക്യം 1 ഉപയോഗിക്കുമ്പോൾ എക്സ് പ്ലസ് വൈക്ക് പകരം എക്സ് പ്ലസ് 8 20 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും 2x പ്ലസ് 8 20 എന്ന് എഴുതാം. അപ്പോൾ 2x 20 മൈനസ് 8, ഓക്കെ, അതായത് 12. അപ്പോൾ നമുക്ക് എക്സ് എന്തെഴുതാം? 12/2, അതായത് 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി എക്സ് 6 ആയാൽ സമവാക്യം 1 ഉപയോഗിച്ച് എക്സിന് പകരം 6 കൊടുക്കുന്നു. 6 പ്ലസ് വൈ എന്തായിരിക്കും? 20. അപ്പോൾ വൈ 20 മൈനസ് 6, അപ്പോൾ എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സമവാക്യങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ സമവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ 20 എന്ന് പറയുന്നത് ഒരു സമവാക്യം, വൈ സമം എക്സ് പ്ലസ് 8 എന്ന് പറയുന്നത് രണ്ടാമത്തെ സമവാക്യം. ഇനി വശങ്ങളുടെ നീളം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് 6, വൈ 6, എന്താണ് അതിൻ്റെ യൂണിറ്റ്? സെൻറ്റിമീറ്റർ. ഓക്കെ, വൈ 14 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതുപോലത്തെ ഒരു ചോദ്യം അധികവും പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതാണ് പാർട്ട് എയുടെ ഉത്തരം, ഇതാണ് പാർട്ട് ബിയുടെ ഉത്തരം. ഓക്കെ, അടുത്തതായി നമുക്ക് 12ാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. 2 സംഖ്യകളുടെ തുക 34, വ്യത്യാസം 10.
സംഖ്യകൾ എക്സ് വൈ ആയാൽ സമവാക്യം രൂപീകരിക്കുക. അപ്പോൾ തുക 30 ആയതുകൊണ്ട് നമുക്ക് സമവാക്യം എന്തെഴുതാം? എക്സ് പ്ലസ് വൈ 34, സോറി, തുക 34 അപ്പം നമുക്ക് എക്സ് പ്ലസ് വൈ 34 എന്ന് എഴുതാം. അതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഓക്കെ, ഇനി വ്യത്യാസം 10. അപ്പോൾ എക്സിൽ നിന്നും വൈ കുറച്ചാൽ 10. ഇത് സമവാക്യം 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് രീതിയിൽ ചെയ്യാം. ഇതിൽ നിന്നും നമുക്ക് ഇവിടെ തുകയും വ്യത്യാസവും തന്നിട്ടുണ്ട്. തുകയും വ്യത്യാസവും തന്നാൽ നമുക്ക് എന്താണ്? വലിയ സംഖ്യ തുകയും വ്യത്യാസവും കൂട്ടിയതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 34 പ്ലസ് 10/2. അപ്പോൾ എത്രയാണ്? 44/2. അപ്പോൾ എന്ത് കിട്ടും? 22 കിട്ടും. ഇനി ചെറിയ സംഖ്യ എന്തായിരിക്കും? തുകയിൽ നിന്ന് വ്യത്യാസം കുറച്ചതിൻ്റെ പകുതി. അപ്പോൾ 34 മൈനസ് 10/2. അപ്പോൾ എത്ര കിട്ടും? 24/2. അതെത്രയാണ്? 12. അപ്പോൾ സംഖ്യകൾ എന്ത് കിട്ടും? 22ഉം 12ഉം കിട്ടും. ഓക്കെ, അപ്പോൾ ആയതുകൊണ്ട് സംഖ്യകൾ ഏതാണ്? 22, 12. ഉത്തരം നമുക്ക് ഇവിടെയും കൂടി എഴുതാം. സംഖ്യകൾ 22, 12. സമവാക്യം എക്സ് പ്ലസ് വൈ 34ഉം അതേപോലെ എക്സ് മൈനസ് വൈ 10. ഓക്കെ, ഇത് നമുക്ക് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും നമുക്ക് അറിയാം. ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ സമവാക്യം 1, 2 കൂട്ടുക. അപ്പോൾ അതിന് നമുക്ക് 2x കിട്ടും. അത് വെച്ചിട്ട് എക്സ് കിട്ടി, പിന്നെ y കണ്ടുപിടിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് അടുത്ത ചോദ്യം എന്ന് നോക്കൂ. രണ്ട് സംഖ്യകളുടെ തുക 73. അപ്പോൾ ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് എക്സും വൈയും ആണ് സംഖ്യകൾ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം എഴുതുന്നില്ല. അപ്പോൾ തുക 73, വ്യത്യാസം 37. ഓക്കെ, അപ്പോൾ സമവാക്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. സമവാക്യങ്ങൾ നേരത്തെ എഴുതിയ പോലെ നമുക്ക് എക്സും വൈയും കൂട്ടുമ്പോൾ 73, അത് സമവാക്യം 1. എക്സിൽ നിന്നും വൈ കുറച്ചാൽ 37, സമവാക്യം 2. നമുക്ക് ഇത് എന്ത് ചെയ്യാം? സമവാക്യം 1 പ്ലസ് 2 വെച്ച് ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? വൈ ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ എക്സും എക്സും 2x. 2x എന്ന് പറയുമ്പോൾ 73 പ്ലസ് 37 110 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് 110/2. അപ്പോൾ 55. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് 55 ആയാൽ ഇവിടെ 55 പ്ലസ് വൈ 73 ആയിരിക്കും. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 73 മൈനസ് 55. അപ്പോൾ എത്ര കിട്ടും? 18. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും എക്സ് 55 എന്നും y 18 എന്നും കിട്ടി. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്?
18ഉം 55ഉം. ഓക്കെ, സംഖ്യകൾ 18, 55. നമ്മുടെ എ പാർട്ടിലെ സമവാക്യങ്ങൾ ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ 73, എക്സ് മൈനസ് വൈ 37. ഓക്കെ, ഒരേപോലത്തെ ചോദ്യം തന്നെയാണ്. നമ്മൾ കുറേ എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിൽ രണ്ട് സംഖ്യകളുടെ തുകയുടെ 1/3 14, വ്യത്യാസത്തിൻ്റെ പകുതി 4. സംഖ്യകൾ എക്സ് വൈ ആയാൽ സമവാക്യങ്ങൾ എഴുതുക. സംഖ്യകൾ കണക്കാക്കുക. അപ്പോൾ സംഖ്യകൾ എക്സും വൈയും ആണെന്ന് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ സമവാക്യം എഴുതാം. രണ്ട് സംഖ്യകളുടെ തുകയുടെ 1/3. അപ്പോൾ തുക എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ, അതിൻ്റെ 1/3. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? 1/3 കൊണ്ട് ഗുണിക്കണം. അതായത് 1/3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. അതായത് ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോകാം. എക്സ് പ്ലസ് വൈ എന്ത് കിട്ടും? 14 × 3. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 42 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്തെഴുതാം. എക്സ് പ്ലസ് വൈ 42. ഇത് അവസാന ഉത്തരം എഴുതിയാൽ നല്ലതായിരിക്കും. ഇനി വ്യത്യാസത്തിൻ്റെ പകുതി 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യത്യാസം എന്താണ്? എക്സ് മൈനസ് വൈ ആണ് വ്യത്യാസം. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ /2, അത് 4 ആണ്. അപ്പോൾ ഇതിൽ നിന്നും എക്സ് മൈനസ് വൈ 4 × 2, അതായത് 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ 8, ഇതാണ് സമവാക്യം 2. അപ്പോൾ നമ്മുടെ എ പാർട്ടിൻ്റെ ഉത്തരമായി. ഓക്കെ, ഇനി നമുക്കറിയാം തുക 42, വ്യത്യാസം 8. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ എന്തായിരിക്കും? തുക പ്ലസ് വ്യത്യാസം /2. അപ്പോൾ 42 + 8/2, അത് 50/2. അപ്പോൾ 25. ഓക്കെ, ഇനി ചെറിയ സംഖ്യയോ? തുകയിൽ നിന്നും വ്യത്യാസം കുറച്ച് അതിൻ്റെ പകുതി. തുക മൈനസ് വ്യത്യാസം /2, 42 - 8/2. അപ്പോൾ എത്ര കിട്ടും? 34/2, 17. ഓക്കെ, അപ്പോൾ നമുക്ക് സംഖ്യകളായി. സംഖ്യകൾ 17, 25. ഓക്കെ, സംഖ്യകൾ 17, 25. അപ്പോൾ നമ്മുടെ സമവാക്യങ്ങൾ ഏതാണ്? എക്സ് പ്ലസ് വൈ 42 എന്ന് കിട്ടും, എക്സ് മൈനസ് വൈ 8 എന്ന് കിട്ടും. ഇനി സംഖ്യകളിൽ കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ തുക 42 വരും. അതിൻ്റെ 1/3 എടുത്താൽ 14 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ ഇവർ തമ്മിലുള്ള വ്യത്യാസം 25 നിന്നും 17 പോയാൽ എത്രയാണ്? 8 അല്ലേ? 17, 8, 25. അതിൻ്റെ പകുതി 4. അപ്പോൾ ഉത്തരം ഓക്കെ. അടുത്തതായി
15-ാമത്തെ ചോദ്യം. 15-ാമത്തെ ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? രണ്ട് സംഖ്യകളുടെ തുകയുടെ 1/19 ഭാഗമാണ് 4. സംഖ്യകളുടെ വ്യത്യാസം 30. സംഖ്യകൾ XY ആയാൽ സമവാക്യങ്ങൾ എഴുതുക, സംഖ്യകൾ കണക്കാക്കുക. അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുകയുടെ, അപ്പോൾ സംഖ്യകളുടെ തുക x+y, അതിൻ്റെ 1/19 ഭാഗം, അപ്പോൾ ഇൻറ്റു 1/19, അതെത്രയാണ്? 4 അപ്പോൾ x+y 4 × 19. അപ്പോൾ എത്ര കിട്ടും? x+y 76. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഇനി സംഖ്യകളുടെ വ്യത്യാസം 30. അപ്പോൾ x - y 30. ഇത് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തുക 76-ഉം വ്യത്യാസം 30-ഉമായാൽ വലിയ സംഖ്യ തുക പ്ലസ് വ്യത്യാസം /2. അപ്പോൾ നമുക്ക് 76 + 30/2 106/2, അപ്പോൾ 53 എന്ന് കിട്ടും. ഇതാണ് ഏത്? വലിയ സംഖ്യ. ഇനി ചെറിയ സംഖ്യയോ? തുക മൈനസ് വ്യത്യാസം /2. അപ്പോൾ 76 - 30/2 46/2 23. അപ്പോൾ സംഖ്യകൾ കിട്ടിയില്ലേ? അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്? സംഖ്യകൾ 23, 53. ഓക്കെ, അപ്പം നമുക്കത് ഇവിടെ കൂടി എടുത്തെഴുതാം. സംഖ്യകൾ 23, 53. സമവാക്യങ്ങൾ എന്താണ്? x+y 76, x - y 30. പാർട്ട് എയുടെ ഉത്തരം x+y 76, x - y 30. പാർട്ട് ബിയിലെ സംഖ്യകൾ 23, 53. ഓക്കെ, ഇനി നമുക്ക് 16-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 16-ാമത്തെ ചോദ്യവും ഏകദേശം ഇതുപോലെ തന്നെയാണ്. രണ്ട് സംഖ്യകളുടെ തുകയുടെ പകുതി 20, വ്യത്യാസത്തിൻ്റെ 3 മടങ്ങ് 12. സംഖ്യകൾ x-ഉം y-ഉം ആയാൽ സമവാക്യങ്ങൾ എഴുതുക, സംഖ്യകൾ കണക്കാക്കുക. അപ്പോൾ സംഖ്യകൾ x-ഉം y-ഉം ആണ്. ഇനി തുകയുടെ പകുതി, അപ്പോൾ x+y-യുടെ പകുതി /2 എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് x+y 40 എന്ന് കിട്ടും. ഓക്കെ, 20 × 2 40. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത്തെ സമവാക്യം എന്താണ്? വ്യത്യാസത്തിൻ്റെ 3 മടങ്ങ്. വ്യത്യാസം എന്ന് പറയുമ്പോൾ x - y, അതിൻ്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 കൊണ്ട് ഗുണിക്കുക. 3 × x - y, അത് 12. അപ്പോൾ x - y 12/3. ഓക്കെ, അപ്പോൾ 12/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സമവാക്യം എങ്ങനെ എഴുതാം? x - y 4 എന്ന് എഴുതാം. ഓക്കെ,
ഇത് ഒരേ പാറ്റേണിലുള്ള 4-5 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തുക 40, വ്യത്യാസം 4, അതായത് രണ്ട് സംഖ്യകളുടെ തുക 40, വ്യത്യാസം 4. അപ്പോൾ ഇനി വലിയ സംഖ്യ എന്തായിരിക്കും? തുകയും വ്യത്യാസവും കൂട്ടിയതിൻ്റെ പകുതി. 40 + 4/2. അപ്പോൾ 44/2. അപ്പോൾ എന്ത് കിട്ടും? 22. ഇനി ചെറിയ സംഖ്യ എന്താണ്? തുകയിൽ നിന്നും വ്യത്യാസം കുറച്ചതിൻ്റെ പകുതി. തുക മൈനസ് വ്യത്യാസം /2. അപ്പോൾ 40 - 4/2. അപ്പം 36/2. അപ്പോൾ 18. ഓക്കെ, ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 2 പോയിന്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ആയതുകൊണ്ട് സംഖ്യകൾ 18ഉം 22ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ സംഖ്യകൾ 18ഉം 22ഉം. സമവാക്യങ്ങൾ ഏതൊക്കെയാണ്? x + y 40, x - y 4. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? പതിനേഴാമത്തെ ചോദ്യം നോക്കൂ. ABCD എന്നിവർക്ക് എല്ലാവർക്കും കൂടി 290 രൂപയുണ്ട്. അതായത് നാലാളുകളുണ്ട്, അവരുടെ കയ്യിൽ ആകെ 290 രൂപയുണ്ട്. സിക്കുള്ള പണത്തിൻ്റെ 2 മടങ്ങ് എക്കുണ്ട്. ഡിയുടെ പണത്തിൻ്റെ 3 മടങ്ങ് ബിക്കുണ്ട്. സിക്കും ഡിക്കും കൂടിയുള്ളത് എക്കുള്ള പണത്തേക്കാൾ 50 രൂപ കുറവാണ്. ഒന്നാമത്തെ പാർട്ട് ABCD എന്നിവ ഓരോരുത്തരുടെയും പക്കലുള്ള പണമായാൽ സമവാക്യങ്ങൾ രൂപീകരിക്കുക. ഓരോരുത്തരുടെയും പക്കലുള്ള പണം എത്ര എന്ന് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾക്ക് 2 പേര്, 2 സംഖ്യ, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ 4 അജ്ഞാതരുണ്ട്, നമുക്ക് വില അറിയാത്ത ആൾക്കാർ. അപ്പോൾ ഈ 4 പേരുടെ കയ്യിലുള്ള പണം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 4 സമവാക്യങ്ങൾ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ABCD എന്നിവ ഓരോരുത്തരുടെയും പക്കലുള്ള പണമാണ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള പണം ABCD എന്നിവയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4 സമവാക്യങ്ങൾ എഴുതാം. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്? 4 പേർക്കും കൂടിയിട്ട് 290 രൂപയുണ്ട്. അപ്പോൾ നമുക്ക് A + B + C + D അത് 290 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഇനി എന്താണ് പറയുന്നത്? സിക്കുള്ള പണത്തിൻ്റെ 2 മടങ്ങ്, അതായത് 2C എന്ന് പറയുന്നത് എയുടെ കയ്യിലുണ്ട്. അപ്പോൾ എയുടെ കയ്യിലുള്ളത് എത്രയാ? എ ആണ്. A = 2C.
ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നിഗമനം. അതിൽ നിന്നും രണ്ടാമത്തെ സമവാക്യം എഴുതി. ഇനി മൂന്നാമത്തെ നിഗമനം എന്താണ്? ഡിയുടെ പണത്തിന്റെ 3 മടങ്ങ്. അതെന്ന് പറയുമ്പോൾ 3D ആണല്ലോ. അത് ആരുടെ കയ്യിലുണ്ട്? ബിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ബിയുടെ കയ്യിലുള്ളത് 3D ആണ്. അത് സമവാക്യം 3. ഇനി എന്താണ് പറയുന്നത്? സിക്കും ഡിക്കും കൂടിയുള്ളത്, അതായത് സി പ്ലസ് ഡി, എക്കുള്ള പണത്തേക്കാൾ 50 കുറവാണ്. എനേക്കാൾ 50 കുറവാണ്. അപ്പോൾ നാലാമത്തെ സമവാക്യം എന്തെഴുതാം? സി പ്ലസ് ഡി എന്ത് കിട്ടും? എ മൈനസ് 50 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഭാഗം, എ പാർട്ട്. എ പാർട്ടിൻ്റെ ഉത്തരം ഇത്രയും വരും. ഓക്കെ, ഇനി നമുക്ക് എയും ബിയും സിയും ഡിയും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഒന്നാമത്തെ സമവാക്യത്തിൽ എക്ക് എന്ത് കൊടുക്കാം? 2C എന്ന് കൊടുക്കാം. ഓക്കെ, അതുപോലെ ബിക്ക് 3D എന്ന് കൊടുക്കാം. അപ്പോൾ എയും ബിയും പോയി കിട്ടും. അപ്പം നമുക്ക് ഇവിടെ ഒന്നാമത്തെ സമവാക്യത്തിൽ സിയും ഡിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ നാലാമത്തെ സമവാക്യത്തിൽ ഇപ്പോൾ സിയും ഡിയും എയും ഉണ്ട്. പക്ഷെ എക്ക് പകരം നമുക്ക് 2C എന്ന് കൊടുക്കാം. അപ്പോൾ എ 2C ബി 3D എന്ന് സമവാക്യം 1 ഉപയോഗിച്ചാൽ നമുക്ക് എ എന്ന് പറയുന്നത് 2C പ്ലസ് ബിക്ക് പകരം 3D പ്ലസ് സി പ്ലസ് ഡി, അത് നമുക്ക് 290 എന്ന് എഴുതാം. ഇതിൽ നിന്നും 2Cയും സിയും കൂട്ടുമ്പോൾ 3C പ്ലസ് 3Dയും ഡിയും, അപ്പം 4D, അത് 290 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? അഞ്ചാമത്തെ സമവാക്യമായിട്ട് എഴുതി വയ്ക്കാം. ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? ഇവിടെയും കൊടുക്കാം എക്ക്. അപ്പോൾ എ സമം 2C എന്ന് സമവാക്യം 4 ഉപയോഗിക്കുമ്പോൾ എന്താണ്? സി പ്ലസ് ഡി എന്ത് കിട്ടും? 2C മൈനസ് 50 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഡി എന്തെഴുതാം? ഡി എന്ന് പറയുമ്പോൾ 2C മൈനസ് 50 നിന്നും ഈ സി കുറയ്ക്കണം. അതായത് ഡി എന്ന് പറയുന്നത് 2Cയിൽ നിന്നും സി കുറയ്ക്കണം. അപ്പം നമുക്ക് സി കിട്ടും, സി മൈനസ് 50. ഇങ്ങനൊരു സമവാക്യം കിട്ടും. ഇതിനെ നമുക്ക് സമവാക്യം 6 എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ സമവാക്യം 5ൽ സിയും ഡി ആണല്ലോ ഉള്ളത്. അതിനെ നമുക്ക് സിയുടെ രൂപത്തിൽ മാത്രമാക്കാൻ എന്ത് ചെയ്യാം? ഡി സമം സി മൈനസ് 50 എന്ത് ചെയ്യാം? സമവാക്യം 5ൽ ഉപയോഗിക്കുക. അപ്പോൾ എന്ത് കിട്ടും? 3C പ്ലസ് 4 ഇൻറ്റു സി മൈനസ് 50 സമം 290 എന്ന് കിട്ടും.
അപ്പോൾ എന്താണ് 3C പ്ലസ് 4C മൈനസ് 4 ഇൻറ്റു 50 200. അപ്പോൾ 290. ഇതിൽ നിന്നും 7C 290 പ്ലസ് 200. ഓക്കെ, അതായത് 490 ആണെന്ന് കിട്ടും. 7C 490. അപ്പോൾ C എന്തായിരിക്കും? 490/7 അതെന്ന് പറയുമ്പോൾ 70 ആയിരിക്കും. അപ്പോൾ C കിട്ടി. ഇനി എന്താണ്? C 70 ആയാൽ നമുക്ക് D എന്തായിരിക്കും? 70 മൈനസ് 50, അപ്പോൾ 20 ആയിരിക്കും. സിയും ഡിയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എ ഇവിടെ 2C എന്ന് പറഞ്ഞിട്ടുണ്ട്. സി 70 ആയാൽ ഡിയുടെ വില 20 കിട്ടി. എയുടെ വില എന്തായിരിക്കും? എ നമുക്ക് 2C ആണ്. 2C എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? 2 ഇൻറ്റു 70. അപ്പോൾ എ എന്തായിരിക്കും? 140 ആയിരിക്കും. ഓക്കെ, ഇനി ആരാ ബാക്കിയുള്ളത്? ബി ആണ്. ഇവിടെ ഡിയുടെ വില നമുക്ക് 20 കിട്ടിയത് കൊണ്ട് ബി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഡി 20 ആയാൽ ബി എന്തായിരിക്കും? 3D ആണ്. 3D. അപ്പോൾ നമുക്ക് ഇവിടെ 3 ഇൻറ്റു 20, അപ്പോൾ എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ആയിന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എയുടെ വില 140, ബിയുടെ വില 60, സിയുടെ വില 70, ഡിയുടെ വില 20 എന്ന് കിട്ടും. ഓക്കെ, 140, 60, 70, 20. ഇത് ശരിയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 140, 60, 70, 20. അപ്പോൾ എ, ബി, സി, ഡി. ഇനി എല്ലാ കണ്ടീഷനും ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 290, അത് ശരിയാണ്. ഇനി സിയുടെ 2 മടങ്ങെന്ന് പറയുമ്പോൾ 140. അതും എയും തമ്മിൽ എന്താ ബന്ധം? അതെ, ശരിയാണ്. സിയുടെ 2 മടങ്ങാണ് എയുടെ കയ്യിലുള്ളത്. ഇനി ഡിയുടെ 3 മടങ്ങ്. ഡിയുടെ 3 മടങ്ങ് 60 ആണ്. അത് ബിയുടെ കയ്യിലുണ്ട്. അത് ശരിയാണ്. ഇനി പറയുന്നത് സിയും ഡിയുടെയും കൂടിയത്. സിയും ഡിയും കൂടിയാൽ എത്രയാണ്? അത് 70ഉം 20ഉം 90 ആണ്. അത് എയുടെ കയ്യിലുള്ളതിനേക്കാൾ 50 കുറവാണ്. 140 50 കുറഞ്ഞാൽ 90. അപ്പോൾ നമ്മുടെ ഉത്തരം ശരിയാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൻ്റെ ഉത്തരം ഈ 4 സമവാക്യങ്ങൾ എഴുതണം. ഓക്കെ, ഇതാണ് പാർട്ട് എയുടെ ഉത്തരം. പിന്നെ പാർട്ട് ബിയുടെ ഉത്തരം എ 140, ബി 60, സി 70, ഡി 20 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത പാർട്ടിലേക്ക് ആക്കിയാലോ? കാരണം വീഡിയോയുടെ ലെങ്ത് അല്പം കൂടിയല്ലോ. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, താങ്ക് യു.